DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൻ കാർഡുമായി ബന്ധപ്പെട്ട് സർക്കാർ 2026 കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പാൻ കാർഡുള്ള മുഴുവൻ പേരും അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയ മാറ്റങ്ങളുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പുതിയ ആദായനികുതി ബിൽ പ്രകാരം സാമ്പത്തിക ഇടപാടുകളിൽ പാൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങളാണെത്തുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. ചെറുകിട ഇടപാടുകളേക്കാൾ ഉയർന്ന മൂല്യമുള്ളവയിൽ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ബാങ്ക് നിക്ഷേപം, വാഹനം വാങ്ങൽ, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ് തുടങ്ങി വിവിധ മേഖലകളെ ബാധിക്കുന്ന 5 മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തേത് ബാങ്ക് ഇടപാടുകളാണ്. അതായത് ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായി 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ പാൻ വിവരങ്ങൾ നൽകേണ്ടതുള്ളൂ. ബാങ്കിലോ സഹകരണ ബാങ്കിലോ ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ നിലവിൽ പാൻ വിവരങ്ങൾ നൽകേണ്ടതുണ്ടായിരുന്നു. ചെറുകിട ഇടപാടുകൾ വിട്ട് വർഷത്തിൽ മൊത്തം നടത്തുന്നവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സാധാരണക്കാരുടെ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ ഇത് സഹായിക്കും. അടുത്തത്, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ മൂല്യം 5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഇനി പാൻ വിവരങ്ങൾ ആവശ്യമുള്ളൂ. നിലവിൽ വാഹനത്തിന്റെ വില കണക്കിലെടുക്കാതെ എല്ലാ മോട്ടോർ വാഹന വാങ്ങലുകൾക്കും പാൻ കാർഡ് നൽകണം. കുറഞ്ഞ വിലയുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇത് ആശ്വാസമാകും. അടുത്തത്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബാങ്ക്വറ്റ് ഹാൾ, കൺവെൻഷൻ സെന്റർ, ഇവന്റ് മാനേജർമാർ എന്നിവർക്ക് നൽകുന്ന പേയ്മെന്റുകൾ 1 ലക്ഷം രൂപ കടന്നാൽ മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. നിലവിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബില്ലുകൾക്ക് പാൻ കാർഡ് നൽകണമായിരുന്നു. അടുത്തത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വസ്തുവകകളുടെ മൂല്യവർധന കണക്കിലെടുത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പരിധിയും കൂട്ടിയിട്ടുണ്ട്. സ്ഥാവര വസ്തു വാങ്ങൽ, വിൽപ്പന, ദാനം അല്ലെങ്കിൽ ജോയിന്റ് ഡെവലപ്മെന്റ് എന്നിവയിൽ പാൻ നൽകേണ്ട പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇടപാടുകൾ സുഗമമാക്കുന്നതിന് ഇത് സഹായിക്കും. അടുത്തത്, ഏപ്രിൽ മുതൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ തന്നെ പാൻ നൽകേണ്ടി വരുമെന്നതാണ്. നിലവിൽ വാർഷിക ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 50,000 രൂപ കടക്കുമ്പോൾ മാത്രമാണ് പാൻ ആവശ്യമുള്ളത്. ഇൻഷുറൻസ് സേവനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നികുതി വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നതിലൂടെ നിരീക്ഷണം ശക്തമാക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം മുൻപ് ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പ് വന്നിരുന്നു. 2025 ഡിസംബർ 31 വരെയായിരുന്നു ഇതിനായുള്ള അവസാന തീയതി അനുവദിച്ചിരുന്നത്. അത്തരത്തിൽ അവസാന തീയതിക്ക് മുൻപ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ 1000 രൂപ പിഴ അടയ്ക്കേണ്ടതുണ്ട്. പിഴ അടച്ച് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദായനികുതി വകുപ്പിന്റെ ഫയലിംഗ് പോർട്ടലായ incometax.gov.in സന്ദർശിക്കുക. ഹോം പേജിലെ ക്വിക്ക് ലിങ്ക്സ് വിഭാഗത്തിൽ നിന്ന് ലിങ്ക് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ പാൻ ആധാർ നമ്പറുകൾ നൽകി വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാൻ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിഴ അടയ്ക്കാനുള്ള സന്ദേശം വരും. അവിടെ കണ്ടിന്യൂ ടു പേ ത്രൂ ഇ-പേ ടാക്സ് എന്നത് ക്ലിക്ക് ചെയ്യണം. നിലവിലെ സാമ്പത്തിക വർഷം തിരഞ്ഞെടുക്കണം. അതർ റെസിപ്റ്റ് എന്നത് തിരഞ്ഞെടുക്കണം. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI വഴി 1000 രൂപ അടയ്ക്കുക. പിഴ അടച്ച് 4-5 ദിവസത്തിന് ശേഷം വീണ്ടും സൈറ്റിൽ കയറി പാനും ആധാറും ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷ പൂർത്തിയാക്കുക. പാൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ്, ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ എന്നതാണ്. ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ട്. അതിനാൽ ഒന്നിലധികം പാൻ കാർഡുള്ളവർ അത് സറണ്ടർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ പാൻ കാർഡ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി പാൻ 2.0 പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതുതായി അപേക്ഷിക്കേണ്ടതില്ല. പഴയ കാർഡുകൾ സാധുവായി തുടരുന്നതാണ്. പുതിയ കാർഡുകളിൽ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന QR കോഡ് ഉണ്ടായിരിക്കും. ആദായനികുതി വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന 3 വ്യത്യസ്ത പോർട്ടലുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും ഡിജിറ്റലായും ലഭ്യമാക്കാനുമാണ് ഈ പദ്ധതി. പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.